അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഇൻഫോർമേറ്റീവായിട്ടുള്ളൊരു വീഡിയോ കൊണ്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമല്ലോ. അപ്പോൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ പടി പീസ് ഉണ്ടല്ലോ, ആ പടി എങ്ങനെയൊക്കെയാണ് നമ്മളെ ബ്ലൗസിൽ അറ്റാച്ച് ചെയ്യുക എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. രണ്ട് രീതിയിൽ നമുക്ക് പടി അറ്റാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ പടി വെട്ടാനുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർ കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ അതാ പടി ഞാൻ 4 പീസാക്കിയിട്ട് 4 പീസിൽ ആണ് ഞാൻ പടി ചെയ്യാറ്. ഓക്കെ, 4 പീസാണ് ഉണ്ടാവുക. അപ്പോൾ അത് നേരെ തിരിച്ച് നടുവിലൂടെ, അതായത് 2 പീസ് അപ്പുറത്തും 2 പീസ് ഇപ്പുറത്തും ആക്കിയിട്ട് ഓരോ സ്റ്റിച്ച് ഇങ്ങനെ കൊടുത്തെടുക്കുക. ഓരോ സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ 3 എണ്ണമാണെങ്കിൽ ഒരു വശത്ത് 3ഉം ഒരു വശത്ത് 2ഉം ആക്കിയിട്ട് 5 എണ്ണം ആക്കിയിട്ട് ചെയ്യാം. ഞാനിപ്പോൾ 4 ആയതുകൊണ്ടാണ് 2 അപ്പുറത്തും ഇപ്പുറത്താക്കിയിട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അത് നമ്മുടെ ബ്ലൗസിലേക്ക് അറ്റാച്ച് ചെയ്യണം. ഇത് നമ്മൾ നല്ല പ്രൊഫഷണൽ ഫിനിഷിങ്ങിലോട് കൂടിയിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നതാണ് ഇങ്ങനെ. അപ്പോൾ ഇത് എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളിത് എടുത്തിട്ടുണ്ട്, ഫ്രണ്ട് പീസ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, ഇങ്ങനെ നല്ല വശവും വെക്കുക. ഇനി അത് നേരെ തിരിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് അങ്ങനെ തന്നെ അങ്ങ് വെച്ചാൽ മതി. ഇങ്ങനെ ഫസ്റ്റ് വെച്ചതിന് ശേഷം പടിയുടെ പീസ് നമുക്ക് നേരെ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് കറക്റ്റാക്കി വെച്ചാൽ മാത്രം മതി. അത് ശ്രദ്ധിക്കണം, എങ്ങനെയെങ്കിലും ആയിപ്പോകരുത്. നേരെ അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതാണ് കറക്റ്റ് പോർഷൻ വരുന്നത്. എന്നിട്ട് നേരെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു വശം നമ്മൾ 2 പീസാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടില്ല, ആ ഒരു ഭാഗം അങ്ങ് മാറ്റി വെച്ചിട്ട് നല്ല വശത്തിൻ്റെ ഭാഗം മാത്രം എടുത്തിട്ട് ആ ഒരു ഫ്രണ്ട് പീസുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നല്ല പീസിൻ്റെ, അതായത് നല്ല പുറത്തേക്ക് കാണാനുള്ള നല്ല ഭാഗം ഉണ്ടല്ലോ, ആ നല്ല ഭാഗത്തിൻ്റെ പീസ് മാത്രമാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ബാക്കിയുള്ള മറ്റേ ഭാഗം അതങ്ങ് മാറ്റി വെക്കാം. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഹുക്കിൻ്റെ അതിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് വെച്ചിട്ട് കറക്റ്റായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു നമ്മൾ മെയിൻ ടക്ക് ഉണ്ടല്ലോ, ആ ടക്ക് ജസ്റ്റ് ഇങ്ങനെ കോണായിട്ട് മടക്കി വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അല്ലാതെ അതിൻ്റെ കൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്യാൻ ഒരിക്കലും പാടില്ല. അപ്പോൾ നമുക്ക് അവിടെ പഫായിട്ട് കിട്ടില്ല. നമുക്ക് പഫ് വേണമല്ലോ, കാരണം ബ്രസ്റ്റ് റെഡിയായിട്ട് അതിനുള്ളിൽ ഇരിക്കണമെങ്കിൽ പഫായിട്ട് ഇരിക്കണം. അപ്പോൾ ഇങ്ങനെ മടക്കി വെച്ചിട്ട് തന്നെ ചെയ്യണം. എന്നിട്ടൊരു സ്റ്റിച്ച് അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. സംഭവം ഇത്ര വരെ ആയിട്ടുണ്ട്. ഇത് കണ്ടോ, റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് പാർട്ട് ഉണ്ടല്ലോ, ആ ബാക്ക് പാർട്ട് നമുക്ക് എടുക്കാം. ബാക്ക് പാർട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ നമ്മൾ എല്ലാ അളവുകളും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഒന്നും ചിന്തിക്കാനില്ല. കണ്ടോ, എന്നിട്ട് അതിൻ്റെ സീം അലവൻസിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് കറക്റ്റാക്കി വെച്ചിട്ട് അടിയിലും സീം അലവൻസിൻ്റെ ഭാഗം വെച്ചിട്ട് കറക്റ്റാക്കി വെച്ചിട്ട് കറക്റ്റാണോ എന്ന് നോക്കാം. കറക്റ്റാണെങ്കിൽ ഓക്കെ ആണ്. അല്ലെങ്കിൽ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി കൊടുക്കണം. അതായത് കൂടുതലാണെങ്കിൽ കുറച്ചും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, കുറവാണെങ്കിൽ ഒന്ന് അഴിച്ചിട്ട് കുറച്ച് സ്റ്റിച്ചിങ് കുറച്ച് അഴിച്ചിട്ട് താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ 2 ഭാഗത്തിൻ്റെയും, അതായത് ബാക്ക് സൈഡിൻ്റെയും ഫ്രണ്ട് സൈഡിൻ്റെയും വേസ്റ്റ് ഭാഗം ഉണ്ടല്ലോ, ആ വേസ്റ്റ് ഭാഗത്തിൻ്റെ അളവാണ് ഞാനിപ്പോൾ അടയാളപ്പെടുത്തുന്നത്. അത് കറക്റ്റായിട്ട് അടയാളപ്പെടുത്തണം. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ വേസ്റ്റ് ഭാഗം തമ്മിൽ അറ്റാച്ച് ചെയ്യുമല്ലോ, അപ്പോൾ അതിൻ്റെ കറക്റ്റ് അളവ് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്നിട്ട് 2 വശത്തിൻ്റെയും കറക്റ്റാക്കി വെച്ചിട്ട് നോക്കാം നമുക്ക് കറക്റ്റാണോ എന്ന് നോക്കാം. ആ ഒരു ഭാഗത്ത് നിന്നാണ് ഇങ്ങനെ നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ എല്ലാ വരകളൊക്കെ അളവുകളൊക്കെ മാർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അതിനൊന്നും ഒരു പ്രോബ്ലവും ഇല്ല. നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. ഇത്രയും ഓക്കെ ആയിക്കഴിഞ്ഞാൽ ഇത്രയും ഓക്കെ ആക്കി വെക്കാം.
എന്നിട്ട് അതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഓക്കെ ആണെങ്കിൽ അത് നേരെ എടുക്കാം. നേരെ എടുത്ത് ഇതാ നല്ല വശം ഇങ്ങനെ വെക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടിയിലത്തെ ഭാഗം ഉണ്ടല്ലോ സ്റ്റിച്ച് ചെയ്യാത്ത, അതിങ്ങനെ വിടർത്തി വെക്കാം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ മടക്കി 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 വെച്ച്, അതായത് ഇങ്ങനെ തന്നെ മടക്കണം, ചെറിയ ഇതായിട്ട് തന്നെ മടക്കിയെടുക്കണം. മടക്കി വെച്ചിട്ട് അത് നേരെ ആ ഒരു വശത്തിൻ്റെ നടുവിൽ അങ്ങ് കൊണ്ടുപോയി വെച്ചാൽ മതി. ഇങ്ങ് അറ്റത്തോട്ടൊന്നും ആയിപ്പോകരുത്, നടുവിൽ അവിടെ വെക്കാം. കാരണം നമ്മൾ സ്റ്റിച്ച് ഇടുമ്പോൾ അതിൻ്റെ മുകളിൽ ആയിപ്പോകരുത്, അതിനാണ്. അതിന് നേരെ നമ്മുടെ സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗം എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ കംപ്ലീറ്റ്ലി അതിൻ്റെ ഉള്ളിലായി കിട്ടും. ഒന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി കണ്ടു നോക്കിയാൽ മതി, വേഗം തന്നെ മനസ്സിലാവും. 1-2 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ആ സ്റ്റിച്ച് ചെയ്ത ഭാഗമാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ചിലൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് റെഡിയാകും. കണ്ടോ, ഞാൻ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത ഭാഗത്തുകൂടെ തന്നെയാണ് പിന്നെയും സ്റ്റിച്ച് ചെയ്യുന്നത്. കണ്ടോ, നല്ല രീതിക്ക് ആ ഒരു ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് റെഡി ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ ഒന്ന് വലുതും ഒന്ന് ചെറുതൊക്കെ ആയിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഫസ്റ്റൊക്കെ ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ ആയിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഡബിൾ സ്റ്റിച്ച് ചെയ്യണം. ഡബിൾ സ്റ്റിച്ച് എന്തായാലും കഴിയുന്നിടക്കൊക്കെ ചെയ്ത് കൊടുക്കാം. കാരണം കുറച്ച് ഇതൊക്കെ ഇവിടെയൊക്കെ നല്ല ടൈറ്റായി നിൽക്കേണ്ടതല്ലേ, അതുകൊണ്ടാണ്. ഇനി നമുക്കിതാ ഉള്ളിലൂടെ ഏതെങ്കിലും ഒരു വശത്തുനിന്ന് ഉള്ളിലൂടെ ഇങ്ങനെ പുറത്തേക്കത് തള്ളിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ ഇതാ ഫസ്റ്റ് മെത്തേഡ് ഇങ്ങനെയാണ്. ഫസ്റ്റ് മെത്തേഡാണിത്. എന്നിട്ട് ഇതാ നോക്കിയേ, ഇത് കംപ്ലീറ്റ് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. കണ്ടോ, ഫിനിഷിങ്ങിൽ രണ്ട് വശത്തും ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടുന്നുണ്ട്. നമ്മൾ പുറത്തേക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റായിട്ട് റെഡി ആയിട്ട് കിട്ടും. ഓക്കെ, കസ്റ്റമേഴ്സിനൊരു നന്നായിട്ടുണ്ടല്ലോ എന്ന് തോന്നും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുന്നത്, ഫിനിഷിങ് രീതിയിൽ. ഓക്കെ, ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ കാണാം. അതാണ് സാധാരണ എല്ലാവരും ചെയ്യാറ്. ഞാനൊക്കെ സ്റ്റിച്ചിങ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് അങ്ങനെയാണ്. മറ്റ് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത ബ്ലൗസുകളൊക്കെ പുറത്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത ബ്ലൗസുകളൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. ഓക്കെ, ഇനി അടുത്ത മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പടി പീസ് വെട്ടിയെടുത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്റ്റിച്ച് അങ്ങ് കൊടുത്തേക്കുക. നമ്മൾ നേരത്തെ രണ്ടെണ്ണമായിരുന്നു കൊടുത്തത്, ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്റ്റിച്ച് അങ്ങ് കൊടുക്കുക. എന്നിട്ട് ഒന്നുമില്ല, അത് നേരത്തെ വെച്ച പോലെ നല്ല വശവും ഇങ്ങനെ വെക്കുക, കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് അത് നേരെ അതിൻ്റെ മുകളിലേക്ക് മറിച്ചിടാം. നല്ല വശവും ചേർന്ന രീതിക്ക് മറിച്ചിടാം. എന്നിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ആ ഒരു മെയിൻ ടക്കിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് വേറൊരു രീതി എന്ന് പറയുന്നത്. ഇതൊക്കെ പണ്ടൊക്കെ അതായത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ ഇപ്പോൾ എൻ്റെ അമ്മയുടെയും അങ്ങനെ മുന്നേ ഒക്കെ എൻ്റെ ബ്ലൗസും പുറത്ത് കൊടുത്തിട്ട് ആ ഒരു ബ്ലൗസൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാണാറ്. ഓക്കെ, അപ്പോൾ എനിക്കൊരു ഇത് തോന്നിയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു രീതിയിൽ തന്നെ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിനൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ സീം അലവൻസിൻ്റെ ഭാഗം നമുക്ക് ലോക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് അളവ് കറക്റ്റാണോ, സൈഡ് ഫിറ്റിംഗ് കറക്റ്റാണോ എന്ന് നോക്കണം. ഇപ്പോൾ തന്നെ അത് നോക്കണമല്ലോ. അപ്പോൾ ബാക്ക് സൈഡ് എടുക്കാം. ബാക്ക് പാർട്ട് എടുത്തിട്ട് അതതിൻ്റെ മുകളിൽ വെച്ചിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ കറക്റ്റാണോ എന്ന് നോക്കുക. കറക്റ്റ് അല്ലെങ്കിൽ എന്താ വേരിയേഷൻ വരുത്തേണ്ടതെന്ന് വെച്ചാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരാം. ഓക്കെ, ബായ്.